വസിക്കണമേ നാഥ, കൂടെ 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 വസിക്കണമേ. മുറിയുന്നോരപ്പമാ ചൊരിയുന്ന ചോരയായി നാഥ, കൂടെ വസിക്കണമേ നാഥ, കൂടെ വസിക്കണമേ അലിവേറും സ്നേഹമാ അലയാഴി പോലെ നാഥ, കൂടെ വസിക്കണമേ 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 നാഥ, കൂടെ വസിക്കണമേ. പുലർക്കാല സൂര്യനായി ചിരിതൂകും ചന്ദ്രനായി നാഥ, കൂടെ വസിക്കണമേ നാഥ, കൂടെ വസിക്കണമേ സഹനത്തിൻ പാതയിൽ തളരാതെ നീങ്ങുവാൻ നാഥ, കൂടെ വസിക്കണമേ 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 നാഥ, കൂടെ വസിക്കണമേ. ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. സ്നേഹമായ ദൈവമേ, ആരാധന, 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 ആരാധന. ദൈവജനം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കൂപ്പി പരിശുദ്ധ അൾത്താരയിൽ നിനക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഈശോയെ നോക്കി നിനക്ക് ഈശോയെ സ്നേഹിക്കാനും ഈശോയെ വണങ്ങാനും ഈശോയെ ഇത്രത്തോളം അടുത്ത് രുചിച്ചറിയാനും ഒരു സമയം ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. അപ്രകാരമുള്ള ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നിനക്ക് നിന്നെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദീപികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദീപികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ സംരക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദീപികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം. ഓ ഈശോയെ, ഈ അത്ഭുതത്തിൻ്റെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഈ കാര്യത്തിൽ കർത്താവെ അങ്ങ് ഇടപെടണം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളാവാം, ഭാര്യ ഭർത്ത ബന്ധത്തിലെ അസ്വസ്ഥതകളാവാം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ അസ്വസ്ഥതകളാവാം. സമർപ്പിക്കുക. ഈശോയെ, നീ ഇടപെടണം. ഒരുപക്ഷെ ശാരീരിക രോഗങ്ങളാവാം, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു, മരുന്ന് കഴിച്ചു മടുത്തു. കർത്താവ്, ഇനി എനിക്ക് ആര് സഹായം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതാ ഈശോ നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക പ്രാരാബ്ധമാണ് നിന്റെ ദുഃഖമെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്താണ് നിന്റെ ദുഃഖം, നിന്റെ ആകുലത? അത് ഇപ്പോൾ ഈ അത്ഭുതങ്ങളുടെ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. എൻ്റെ ഈശോയെ, ഈ മേഖലയിൽ നീ ഇടപെടണം. നമ്മൾ ഒറ്റയ്ക്കല്ല, കോടാനുകോടി ജനത നമ്മളോടൊപ്പമുണ്ട്. ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നീ വണങ്ങുമ്പോൾ കോടാനുകോടി ജനതയും യേശുവിനെ വണങ്ങി പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ സമയം ലോകത്തർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളുടെ യോഗ്യത, ഈ സമയം വചന ശുശ്രൂഷ നടത്തപ്പെടുന്ന സ്ഥലങ്ങളുടെ കൃപയും അഭിഷേകവും, ലോകമെമ്പാടും ഈ സമയം ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനകൾ നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല. പ്രിയപ്പെട്ട പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഒരുപക്ഷെ നീ പ്രാർത്ഥിച്ച് മടുത്തു എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈശോ പറയുന്നു, അല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ദൈവമേ, എൻ്റെ കൂടെ ഉണ്ടാവണമേ, നാഥാ കൂടെ വസിക്കണമേ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്തവും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമം പറഞ്ഞ് ആരെല്ലാം വിളിക്കുന്നുവോ അവരുടെ മേൽ സമ്പത്തും ശക്തിയും വർദ്ധിക്കപ്പെടും. രണ്ട് കരങ്ങളും ഉയർത്തി നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. നിന്നെ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുന്നുവോ അതുപോലെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കും. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നവർക്ക് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. നിന്നെ അറിയുന്ന, നിന്റെ ഹൃദയം അറിയുന്ന, നിന്റെ വിചാരങ്ങൾ അറിയുന്ന ദൈവമാണിത്. ഓ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ എന്റെ ജീവിതം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹത്വം മഹത്വം, കർത്താവേ മഹത്വം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോയെ നന്ദി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, നീ കർത്താവാണെന്നും യേശുവേ നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു,
വിശ്വസിക്കുന്നു. ഒരു പ്രഖ്യാപനമാണ്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു യേശുവേ രക്ഷകാ കർത്താവേ നാഥനെ നാഥനേ കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ രക്ഷകാ രക്ഷകാ കർത്താവേ നാഥനെ നാഥനേ യേശുവേ എന്റെ ഈശോയെ രക്ഷകാ കർത്താവേ നാഥനേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ വണങ്ങി പ്രാർത്ഥിക്കുക. എന്റെ രക്ഷകനും ദൈവവുമാണ് എൻ്റെ മുമ്പിലുള്ളവൻ. ഓ ദൈവമേ, ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിത നിയോഗത്തെ സമർപ്പിച്ച്, എൻ്റെ ജീവിത ദുഃഖത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ വണങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുമുമ്പിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി പ്രാർത്ഥിക്കുക. ഈ സമയം നിന്റെ ജീവിതത്തിന്റെ ഏത് വ്യാപാരങ്ങളുടെ നടുവിലാണെങ്കിലും നീ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും മാറ്റിവെച്ച് നിന്റെ ചിന്തയിലും നിന്റെ പ്രവൃത്തിയിലും ഈശോയുടെ മുമ്പിലാണെന്നുള്ള തികഞ്ഞ അവബോധത്തോടുകൂടി ആയിരിക്കണം. കാരണം ഇത് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കണം, കണ്ണടച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിന്റെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ട ഏതെങ്കിലും മേഖലകൾ നിന്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അഭിഷേകം ഏതെങ്കിലും മേഖലകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ചില വ്യക്തിബന്ധങ്ങളിലൂടെ ആവാം, ചില കാര്യങ്ങളിൽ ഇടപെട്ടതിലൂടെ ആവാം, ഒരുപക്ഷെ നിന്റെ ഉള്ളിൽ തോന്നിയ ചില തോന്നലുകളിലൂടെ ആവാം. അഭിഷേകം നഷ്ടപ്പെട്ടു പോയ മേഖലകൾ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുക. കർത്താവേ, ഈ രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം എനിക്ക് തിരിച്ചു വേണം. ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ ഈ അൾത്താരുടെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത് നിനക്ക് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം വീണ്ടും ജ്വലിപ്പിക്കപ്പെടാനാണ്. നിന്റെ ഉള്ളിൽ വീണ്ടും ഒരു തീ കത്തുന്ന അനുഭവം, നിന്റെ ഉള്ളിൽ വീണ്ടും ഒരു പന്തക്കുസ്ത അനുഭവം, വിടുതലിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് വ്യാപരിക്കപ്പെടാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചേ. നിന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരെ മനസ്സിൽ ഓർത്ത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള സകല മേഖലകളുടെ അടിമത്തങ്ങൾ, തിന്മയുടെ സകല മേഖലകളും യേശുവിൻ്റെ നാമത്തിൽ, തിരുരക്തത്തിൻ്റെ ശക്തിയിൽ, യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയിൽ അഴിഞ്ഞു വീഴപ്പെടാൻ പോവുകയാണ്. അതിനുവേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു വിടുതൽ നിന്റെ ഉള്ളിൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. നന്നായിട്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കണം, നന്നായിട്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട. നിനക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രചോദനം ലഭിക്കുന്നുവോ അതുപോലെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. ചിന്തിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണ്ട. പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുന്നുവോ അതുപോലെ പ്രാർത്ഥിക്കണം. നാവ് തുറക്കണം, നാവ് തുറക്കണം. കെട്ടുകൾ അഴിയപ്പെടണം. നീണ്ട നാളുകളായിട്ടുള്ള കെട്ടുകൾ അഴിയണം. പ്രാർത്ഥനാ മേഖലയിലുള്ള വിരസതയുടെ ആത്മാക്കൾ മാറണം. അഭിഷേകം ഒന്ന് നിറയപ്പെടണം. നിന്റെ കുടുംബം മുഴുവൻ വലിയൊരു അഭിഷേകത്തിൽ നിറയപ്പെടട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി ഈശോയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നാവ് തുറന്ന്, നാവ് തുറന്ന്, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് എന്റെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എന്റെ ഈശോ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതൊരു അഭിഷേകമായിട്ട് മാറട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, വിടുതലിന്റെ ആത്മാവേനിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി. കൈകളടിച്ച്, കൈകളടിച്ച് ഒരു പുതിയ അഭിഷേകം ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുക. പൗലോസും സീലാസും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തടവറ ഭേദിക്കപ്പെട്ടെങ്കിൽ ആ വിടുതൽ ഇപ്പോൾ ഈ രാത്രിയിൽ സംഭവിക്കപ്പെടാൻ എല്ലാ ദൈവമക്കളും കൈകളടിച്ച് ശക്തിയോടെ, സന്തോഷത്തോടെ പാടി പാടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാവട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ആമേൻ, ആമേൻ.
സകല തടസ്സങ്ങളും മാറാൻ ഈ സമയം അത്ഭുതങ്ങളെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച് ശക്തിയോടെ അനുഗ്രഹം സ്വീകരിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഈ പ്രാർത്ഥനാ സമയത്ത് തന്നെ കർത്താവ് നിന്നെ സ്പർശിക്കും, നിന്റെ കുടുംബത്തെ സ്പർശിക്കും, വിടുതൽ സംഭവിക്കപ്പെടും. ആഗ്രഹത്തോടെ എല്ലാവരും കൈകൾ താഴ്ത്തി. ആത്മാവെന്നിൽ നിറയട്ടെ, അഭിഷേകമെന്നിൽ പടരട്ടെ. ആത്മാവെന്നിൽ നിറയട്ടെ, അഭിഷേകമെന്നിൽ പടരട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ബലഹീനതകൾ മാറട്ടെ, ദൈവത്തിൻ സ്നേഹം നിറയട്ടെ. ബലഹീനതകൾ മാറട്ടെ, ദൈവത്തിൻ സ്നേഹം നിറയട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി കൈയടിച്ച് സന്തോഷത്തോടെ ഓ ദൈവത്തിന്റെ ആത്മാവേ എന്റെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. കാലാകാലങ്ങളിലായിട്ടുള്ള തിന്മയുടെ കെട്ടുകൾ മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗം മാറി പോകട്ടെ, ബന്ധനമെല്ലാം അഴിയട്ടെ. രോഗം മാറി പോകട്ടെ, ബന്ധനമെല്ലാം അഴിയട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, യേശുവേ, വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവജനവും വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജീസസ്, വിടുതലുണ്ടാകട്ടെ, ആമേൻ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി. അഭിഷേക നദി പോലൊഴുകട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സലലലലലല. അനുഗ്രഹ നദി പോലൊഴുകട്ടെ, അനുഗ്രഹ നദി പോലൊഴുകട്ടെ, അനുഗ്രഹ നദി പോലൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ നദി പോലൊഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, സലലലലലലലലലലലലല. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി, ഈശോയേ നന്ദി. രണ്ട് കരങ്ങളും ശിരസിൽ നമുക്ക് കമഴ്ത്തി വെക്കാം. കണ്ണടച്ച് പ്രാർത്ഥിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ശാരീരിക രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ തിരുനാമത്തിൽ, യേശുവിൻ്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ വിട്ടുമാറ്റപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടും. രോഗപീഠകൾ വിട്ടുമാറും. എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഈശോ നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം 24-ാം തിരുവചനം: വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ
ഏതൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം ഈശോയുടെ സൗഖ്യത്തിന്റെ ശക്തിയാൽ നീക്കപ്പെടാൻ. സങ്കീർത്തനം 107:20 അധ്യായം 20 വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 8:17 വചനം പഠിപ്പിക്കുന്നു, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഈശോ നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തു. സൗഖ്യമുണ്ടാവട്ടെ. പ്രാർത്ഥിച്ചോ. ജെറമിയായുടെ പുസ്തകം 30 അധ്യായം 17 വചനം, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും എത്ര കഠിനമേറിയ രോഗമാണെങ്കിലും വചനം പഠിപ്പിക്കുന്നു നിനക്ക് സൗഖ്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം 5 അധ്യായം 15 തിരുവചനം പഠിപ്പിക്കുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. കർത്താവ് സഹോദര സഹോദരി നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 വചനം പഠിപ്പിക്കുന്നു, കർത്താവേ മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഈശോയുടെ തിരുരക്തം വ്യാപരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ശിരസ് സംബന്ധമായ രോഗങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ശിരസ് സംബന്ധമായ രോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. തലയ്ക്ക് വേദന, തലയിൽ ഭാരം, മൈഗ്രെയിൻ, സൈനസൈറ്റിസ് രോഗങ്ങൾ സമർപ്പിക്കുക. തലയിൽ എപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, തലയ്ക്ക് എപ്പോഴും എന്തോ കല്ലെടുത്ത് വെച്ചതുപോലെയുള്ള ഭാരം, ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയുള്ളവർ പ്രത്യേകം ശിരസ് സംബന്ധമായ രോഗങ്ങൾ മാറ്റപ്പെടാൻ പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി, കണ്ണിൽ നിന്ന് എപ്പോഴും ചൊറിഞ്ഞു തടിക്കുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീരെപ്പോഴും ഒരു സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ എൻ്റെ കണ്ണിന് സൗഖ്യം നൽകണമേ. നിന്റെ മൂക്ക്, നാസാരന്തരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മൂക്കിൽ ദശവളന രോഗങ്ങളുള്ളവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശ്വാസതടസ്സം അനുഭവപ്പെടുന്നവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പല്ലുകൾ, ചുണ്ട്, നാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മൗത്ത് അൾസർ രോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ചെവിയുടെ കേൾവി ശക്തി സമർപ്പിക്കുക. ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക, ചെവിയിൽ എന്തോ മൂളിച്ച ഉള്ളതുപോലെ തോന്നുന്നു, ചെവിക്ക് അസ്വസ്ഥത, വേദന, ഈശോയെ തിരുരക്തത്താൽ സൗഖ്യപ്പെടുത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കഴുത്ത് സംബന്ധമായ വേദന സമർപ്പിക്കുക. പെടല് തിരിക്കാൻ ബുദ്ധിമുട്ട്, വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശബ്ദ സംബന്ധമായ തടസ്സങ്ങൾ മാറ്റപ്പെടാൻ പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം ഇപ്പോൾ തന്നെ ഒരു സൗഖ്യമായിട്ട് മാറ്റപ്പെടട്ടെ. രോഗികൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. 2 കരങ്ങളും നെഞ്ചിൽ സമർപ്പിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുക. 2 കൈകളും സമർപ്പിക്കുക. കൈകളുടെ ബലക്കുറവ്, കൈക്കുഴയുടെ വേദന, അസ്ഥികളുടെ തേയ്മാനം, ഏതെങ്കിലും രോഗങ്ങൾ കൈകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് സമർപ്പിച്ചോ. ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തി ഇപ്പോൾ നിന്റെ കൈകളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന സമയം. നിന്റെ നെഞ്ചിന്റെ ഭാരം, നെഞ്ച് വേദന, ശ്വാസതടസ്സം, വിട്ടുമാറാത്ത ചുമ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തി നിന്റെ നെഞ്ചിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. ഹൃദയ സംബന്ധമായ വ്യത്യസ്ത രോഗങ്ങളുള്ളവർ സമർപ്പിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയാൽ നമ്മുടെ ഹൃദയം സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. ആമാശയ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങളെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തട്ടെ. വയറ്, ഉദര സംബന്ധമായ വേദനകൾ, പ്രത്യേകിച്ച് വയറ് വേദന, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി, വയറ് വീർക്കുന്ന ഗ്യാസ് ട്രബിൾ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ നാമത്തില്, തിരുരക്തത്താല്, ഈശോയുടെ കുരിശിന്റെ ശക്തിയാല് നിന്റെ ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. നിന്റെ നടുവിന്റെ വേദന സമർപ്പിക്കട്ടെ. സ്പൈനൽ കോഡ് ഇഞ്ചുറി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പുറം വേദന, ഏതെങ്കിലും വീഴ്ചയോട് കൂടിയിട്ടുള്ള വേദന കർത്താവ് സൗഖ്യം പ്രാപിക്കട്ടെ, നൽകട്ടെ. സൗഖ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ലൈംഗിക അവയവങ്ങൾ, ലൈംഗിക രോഗങ്ങൾ സമർപ്പിക്കട്ടെ. കുഞ്ഞില്ലാത്തിന് ദുഃഖം പേറുന്ന ദമ്പതികൾ പ്രാർത്ഥിക്കട്ടെ. വന്ധ്യമായ ഉദരങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്താല് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. അലർജി രോഗങ്ങൾ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ. പൈൽസ്, ബ്ലീഡിംഗ് രോഗങ്ങൾ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ. സൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കാലുകൾക്ക് ബലം ലഭിക്കട്ടെ. മുട്ടിന്റെ വേദന, മുട്ടുകുത്താൻ ബുദ്ധിമുട്ട്, മുട്ടിനുള്ള തേയ്മാനം ഈശോയുടെ തിരുരക്തത്താൽ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. നിന്റെ 2 കാലുകളും കാൽപാദങ്ങള്, കാല് നീര് വരുന്ന പ്രവണത ഈശോയുടെ തിരുരക്തത്താൽ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. ബലക്കുറവ് ശക്തി പ്രാപിക്കട്ടെ.
അസ്ഥികളുടെ തേയ്മാനം സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഏതൊക്കെ രോഗമുണ്ടോ അതെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യപ്പെടുത്തട്ടെ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഈശോയെ, കാൽവരിയിൽ എനിക്ക് വേണ്ടി മരിച്ചവനെ തിരുവിലാവിൽ നൊഴുകുന്ന തിരിച്ചോര തുള്ളിയാൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കഴുകണമേ ഈശോ, യേശുവേ നിൻ തിരുഹിതമെന്നിൽ എൻ്റെ ഈശോ നിറവേറ്റണമേ ഈശോ. ആമേൻ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോയെ, കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ ആമേൻ. നിറവേറ്റണമേ ഈശോ. പണിയേ പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, രോഗപീഠകൾ മാറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, രോഗപീഠകൾ മാറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദാ ജീവിക്കുന്ന ഈശോ, നീ ഇപ്പോൾ എവിടെയാണെങ്കിലും ഈ അൾത്താരയിലുള്ള ഈശോയുടെ നേരെ കൈകൾ നീട്ടിപ്പിടിക്കട്ടെ. നിന്റെ രണ്ട് കരങ്ങൾ നീട്ടി, ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം, നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന സകലതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ സഹനം, എന്റെ ദുഃഖം, എന്റെ രോഗം ഈശോയെ ഇത് അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന എന്റെ തമ്പുരാനെ നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ സകല ഭാരവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് പറഞ്ഞ് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതി, സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ, സ്തുതി കർത്താവേ. തിരുരക്തത്താൽ കഴുകണമേ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ നിറവേറ്റണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ കഴുകണമേ ഈശോ, ആമേൻ. തിരുഹിതമെന്നിൽ നിറവേറ്റണമേ നിറവേറ്റണമേ ഈശോ. കരങ്ങൾ വചനമയച്ചെന്നെ യേശുവേ സുഖമാക്കണമേ ഈശോ. ഇപ്പോൾ തന്നെ വചനം ഘോഷിക്കാൻ വരമേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിക്കാൻ വരമേകണമേ ഈശോ. തിരുരക്തത്താൽ കഴുകണമേ കഴുകണമേ ഈശോ, ആമേൻ. തിരുഹിതമെന്നിൽ നിറവേറ്റണമേ നിറവേറ്റണമേ ഈശോ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഹല്ലേലൂയാ, മാലാഖമാരോട് ചേർന്ന് യേശുവേ, ഹല്ലേലൂയാ. ഒരു നിമിഷം നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള സകലരെയും ഓർക്കട്ടെ. നീ കണ്ട ഈ നാളുകൾ കണ്ട രോഗികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും. നീ പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ട് സഹോദര സഹോദരി, പ്രാർത്ഥിക്കേ. നമ്മുടെ അയോഗ്യതയല്ല, മറിച്ച് ദൈവത്തിന്റെ കരുണയും സ്നേഹവുമാണ് പ്രധാനം.
ഈ അടുത്ത നാളുകൾ നീ കണ്ട ദുഃഖം അനുഭവിക്കുന്നവര്, നിരാശയും ദുഃഖവുമുള്ളവര്, ജീവിതത്തിൽ രക്ഷയില്ല എന്ന് കരുതി മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈ ശാലോം ടെലിവിഷനിലൂടെ ലോകമെമ്പാടും അത്ഭുതങ്ങൾ ഒഴുകുന്ന ഈ സമയം നീ പ്രാർത്ഥിക്ക്. നിന്റെ നാവിൻ തുമ്പിൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിറയട്ടെ. അത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറപ്പെടട്ടെ. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഈ ദേശത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ലോക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സംരക്ഷണം ഒരുക്കണമേ, അനുഗ്രഹം നദി പോലെ ഒഴുക്കണമേ. പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഈ കാലം അത്ര എന്നെ നിർത്തിയ കർത്താവെ നന്ദി. ഈശോയെ നന്ദി. ദൈവമേ, അനുഗ്രഹത്തെ അഭിഷേകത്തെ ഓർത്ത് നന്ദി. വിടുതൽ നൽകണമേ, ആമേൻ. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ നാഥ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ നാഥ, വിടുതൽ നൽകണമേ. സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ നാഥ, സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ നാഥ, സ്നേഹം ചൊരിയണമേ. തിരുസന്നിധിയിൽ നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പ്രിയ സഹോദരങ്ങളെ, മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ള. എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്ക് നന്ദി. കർത്താവെ, അയോഗ്യനും പാപിയുമായ എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ എന്നെ അനുവദിക്കരുതേ. ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ അഭിഷേകത്തിൽ എന്നെ നിലനിർത്തണമേ. ദൈവമേ, അങ്ങ് എൻ്റെ കൂടെ എന്നും ഉണ്ടാവണമേ. ഈ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ ജീവിതത്തിൽ നീ പോകുന്നിടങ്ങളിലൊക്കെ അത് വലിയൊരു സംരക്ഷണമായിട്ട് തിരിച്ചറിയാൻ പ്രാർത്ഥനയോടുകൂടെ ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ,
വസിക്കണമേ നാഥ കൂടെ 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 വസിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗനാട്ടിലൻ പ്രിയൻ